ചരിത്ര നിമിഷത്തിന് സാക്ഷിയായി പ്രവാസ ലോകവും. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ മൂന്നാം എൻഡിഎ സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലേറുന്നത് കാണാൻ ഷാർജയിൽ ഒത്തുചേർന്നത് നൂറുകണക്കിന് പേരാണ്. പ്രവാസികൾക്ക് പ്രിയപ്പെട്ട ജനം ടിവിയിലൂടെയാണ് ചടങ്ങിന്റെ ഓരോ നിമിഷവും കണ്ട് ആർപ്പു വിളിച്ചും കേക്ക് മുറിച്ചും പ്രവാസികൾ സത്യപ്രതിജ്ഞ ആഘോഷമാക്കിയത്. മൂന്നാം നരേന്ദ്രമോദി സർക്കാരിൻ്റെ സത്യപ്രതിജ്ഞ കാണാൻ പ്രവാസികൾ ഒത്തുകൂടി. യുഎഇയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള നൂറുകണക്കിന് പേരാണ് ഷാർജയിലെത്തിയത്. സത്യപ്രതിജ്ഞയ്ക്കായി നരേന്ദ്രമോദി എത്തിയപ്പോൾ നിറഞ്ഞ കയ്യടിയാണ് പ്രവാസ ലോകത്ത് നിന്ന് ഉയർന്നത്. ഇന്ത്യയിലെ 140 കോടി ജനങ്ങൾക്ക് ആഹ്ലാദകരമായ ഒരു ദിവസമാണ്, ഒരു നിമിഷമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. അതിലുപരി കേരളത്തിലെ ജനങ്ങൾക്ക് ഒരു പ്രത്യേകമായൊരു സമ്മാനം. നേമത്ത് രാജേട്ടൻ വിജയിച്ചുവെങ്കിലും ലോക്സഭയിലേക്ക് ഇത് ആദ്യമായിട്ടുള്ള ഒരു വിജയമാണ്. നമുക്കറിയാം 40-45 വർഷം മുന്നേ ഞങ്ങൾ ഈ പാർട്ടി പ്രവർത്തിക്കുന്ന സമയത്ത് ഒന്നും കിട്ടാനില്ല, 10-15 വോട്ട് കിട്ടിയിട്ട് ഞങ്ങൾ ആത്മാർത്ഥമായി അന്നും ഇന്നും എന്തെങ്കിലും ഒരു ദിവസം ഞങ്ങളുടെ ഭരണമായിരിക്കും, ഞങ്ങളായിരിക്കും ഭാരതം മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ള ആ ഒരു നിശ്ചയദാർഢ്യത്തിന് ഞങ്ങൾക്ക് കിട്ടിയ ഒരു സമ്മാനമാണ് ഇപ്പോൾ കാണുന്നത്. ഏവരും ഏറ്റവും അധികം കാത്തിരുന്നത് സുരേഷ് ഗോപി സത്യപ്രതിജ്ഞ ചെയ്യുന്നത് കാണാനായിരുന്നു. സന്തോഷത്തിൻ്റെയും ആത്മാഭിമാനത്തിൻ്റെയും അനർഹ നിമിഷങ്ങളിലൂടെ ഞങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം മൂന്നാമത്തെ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലേറിയിരിക്കുകയാണ്. ഞങ്ങളൊക്കെ ഇതിൻ്റെ ഒരു ആഘോഷത്തിൻ്റെ സന്തോഷത്തിലാണ് ഇപ്പോൾ ഉള്ളത്. അതായത് 18ാം ലോകസഭയിൽ അതിലൊക്കെ ഉപരി ഇരട്ടി മധുരമായി സുരേഷ് ഗോപിജി തൃശ്ശൂർ മണ്ഡലത്തിൽ നിന്നും വിജയിച്ച് ഏകദേശം 75,000-ഓളം വോട്ടുകൾക്ക് അദ്ദേഹം വിജയക്കൊടി പാറിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഒരുപാട് സന്തോഷം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്, എല്ലാ പ്രവർത്തകർക്കും ഇവിടെയുള്ള എല്ലാ ഫാമിലികൾക്കും ഉണ്ട്. അതിൻ്റെ ഒരു വിജയാഘോഷം മാത്രമാണിത്. ജനം ടിവിയിലായിരുന്നു ഏവരും സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ വീക്ഷിച്ചത്. നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലെത്തുമ്പോൾ ഏറെ പ്രതീക്ഷയും ആഹ്ലാദവുമാണ് പ്രവാസ ലോകത്ത് നിന്നും ഉയരുന്നത്. ക്യാമറമാൻ രഞ്ജിത്ത് പലാശ്ശേരിക്കൊപ്പം ഷിൻ സെബാസ്റ്റ്യൻ, ജനം, ദുബായ്.